നേരത്തെ അഭിലാഷ് പറഞ്ഞ വളരെ ക്യൂട്ടായ ഒരു ആനക്കുട്ടി, അത് ആ പ്രദേശത്തേക്ക് ജനവാസ മേഖലയിലേക്ക് വന്നു. ആനക്കുട്ടി ഇപ്പോൾ വലയിട്ട് പിടിക്കുന്നു. വയനാട് തിരുനെല്ലിയിൽ കൂട്ടം തെറ്റിയെത്തിയ കുട്ടിയാനയെ ജനവാസ മേഖലയിൽ മുള്ളൻകൊല്ലിയിൽ വലയിട്ട് പിടിക്കുകയാണ്. RRT സംഘമാണെന്ന് തോന്നുന്നു. വളരെ ചെറിയൊരു ആനക്കുട്ടിയാണ്. അവിടെ ഒരു പ്രദേശവാസി സംസാരിച്ചത് പുലിയുടെയോ കടുവയുടെ ആക്രമണത്തിൽ അമ്മയാനെയും കുട്ടിയാനെയും ഒറ്റപ്പെട്ടു പോയി. ഇനി എങ്ങനെ കണ്ടുപിടിക്കും, ഈ ആന എവിടെ വിടും തുടങ്ങിയതൊക്കെയാണ് ഇനിയുള്ള ആലോചന. മാത്രമല്ല ഈ അമ്മയാന എവിടെയാണ് എന്നതിനെ കുറിച്ച് നാട്ടുകാർക്കും അറിയില്ല. അത് കാട്ടിലേക്ക് തിരികെ പോയി എന്ന് തോന്നുന്നു. പോയിട്ടുണ്ടാവും. പക്ഷേ ഈ കൂട്ടമായി സഞ്ചരിക്കുന്ന മൃഗങ്ങളാണ്. അപ്പോൾ കൂട്ടം തെറ്റിപ്പോയ കുട്ടിയാനകളെയൊക്കെ തിരഞ്ഞ് വീണ്ടും സംഘം വന്നതൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. കുട്ടിയാനയ്ക്കായി ജീവിക്കുന്ന അല്ലെങ്കിൽ സംഘമായി സഞ്ചരിക്കുന്ന ഒരു മൃഗം കൂടിയാണ് ആന. അപ്പോൾ ഇതിൻ്റെ അമ്മയാനയെ കണ്ടുപിടിക്കുമോ, എന്താണ് ഇനിയുള്ള കാര്യങ്ങൾ തുടങ്ങിയവ കമൽ അവിടെ നിന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നു. RRT സംഘം എത്തിയാണ് ഇപ്പോൾ വലയിലാക്കി ആനക്കുട്ടിയെ പിടികൂടുന്നു. ആനക്കുട്ടിയുടെ തുമ്പിക്കയിൽ പരിക്കുണ്ട്, പിൻഭാഗത്ത് പരിക്കുണ്ട്. ആക്രമണത്തിൽ പരിക്കേറ്റതാണ്, കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റതാണ് എന്നതാണ് നേരത്തെ അവിടെ നിന്നുള്ള നാട്ടുകാരുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടത്. അതിൻ്റെ പരിക്ക് എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്നടക്കമുള്ള പരിശോധനകളൊക്കെ ഇനി സ്വാഭാവികമായിട്ടും വേണ്ടി വരും. കമൽ, കുട്ടിയാനെ പിടിച്ചോ? തിരുനെല്ലിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. മുള്ളൻകൊല്ലിയിൽ ആന ഇറങ്ങിയത്. വനത്തോട് ചേർന്ന സ്ഥലമാണ്. കമൽ, ആനയെ പിടിച്ചോ? ആനയെ RRT സംഘം വലയിലാക്കിയിരിക്കുന്നു. ആന ഉണ്ടായിരുന്ന തോട്ടത്തിൽ നിന്ന് അല്പദൂരം ഓടി ഒരു വീടിന്റെ മുറ്റത്തെത്തി. ഒരു ഇന്റർലോക്ക് ഇട്ട വീടിന്റെ മുറ്റത്ത് വെച്ചാണ് ആനയെ RRT സംഘം വളഞ്ഞ വലയും കയറും ഒക്കെ ഉപയോഗിച്ച് പിടികൂടിയത്. ഇപ്പോൾ ഫോറസ്റ്റിന്റെ വാഹനം എത്തിച്ചിരിക്കുന്നു, അതിലേക്ക് കയറ്റുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആനക്കുട്ടിക്ക് പരിക്കുണ്ട്. കടുവയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി നാട്ടിലേക്ക് ഇറങ്ങിയതാണ്. ഈ കാട്ടാനക്കൂട്ടത്തിൽ കുട്ടികൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും മുതിർന്ന ആനകളുടെ അടുത്ത് നിന്ന് അവർ മാറി നടന്നാൽ കടുവ ആക്രമിക്കുന്ന ഒരു സ്ഥിതി കാട്ടിലുണ്ടാകാറുണ്ട്. അത്തരത്തിൽ ഈ ആനക്കുട്ടിയെ കടുവ പിടികൂടാൻ ശ്രമിച്ചതാണ്. തള്ളയാന ഓടി വന്നപ്പോഴേക്കും കടുവ പിടിക്കാതെ പോയതാകണം എന്നാണ് നിഗമനം. എന്താണെങ്കിലും ഈ ആനക്കുട്ടി കൂട്ടം തെറ്റി നാട്ടിലേക്ക് ഇറങ്ങി. തുമ്പിക്കൈക്കും കാലിനും പരിക്കുണ്ട്. കാപ്പിത്തോട്ടത്തിലുണ്ടായിരുന്ന ആനക്കുട്ടിയെ പിടികൂടാൻ ശ്രമിക്കുമ്പോൾ അത് ഓടി ഇവിടുത്തെ റോഡ് മറികടന്ന് ഇപ്പുറത്തൊരു വീടിന് മുറ്റത്തേക്ക് വന്നു. അവിടെയാണ് ഇപ്പോഴുള്ളത്. അവിടെ RRT സംഘവും വനം വകുപ്പിന്റെ ഫോറസ്റ്റ് വെറ്റനറി സർജൻ ഡോക്ടർ അജേഷ് മോഹൻദാസ് ഉണ്ട്. അദ്ദേഹമാണ് ഈ ഓപ്പറേഷന് നേതൃത്വം നൽകുന്നത്. ചെറിയ ആനക്കുട്ടി ആയതുകൊണ്ട് തന്നെ മയക്കുവെടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യമില്ല എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. അങ്ങനെയാണ് ഈ വലയും കയറൊക്കെ ഉപയോഗിച്ച് പിടികൂടുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല ബലമുണ്ട് ആനക്കുട്ടി ചെറുതാണെങ്കിലും. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ചേർന്നാണ്, RRT സംഘത്തിലെ ആളുകളൊക്കെ ചേർന്നാണ് ആനക്കുട്ടിയെ മാനേജ് ചെയ്യുന്നത്. അത് കുതിരുന്നുണ്ട്. എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി ചികിത്സ നൽകിയ ശേഷമായിരിക്കും നടപടികൾ തീരുമാനിക്കുക. കാരണം ഇപ്പോഴത്തെ ആരോഗ്യനിലയിൽ അതിനെ കാട്ടിലേക്ക് കയറ്റിവിടാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് പിടികൂടാൻ തീരുമാനിച്ചത്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ആ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നു. ഇനി വാഹനത്തിലേക്ക് കയറ്റിയാൽ മതി. ഈ മുള്ളൻകൊല്ലി എന്ന് പറയുന്നത് നമ്മുടെ മന്ത്രി OR കേളുവിന്റെ നാടാണ് അഭിലാഷ്. തിരുനെല്ലി പഞ്ചായത്തിലെ തൃശ്ശിലേരിക്ക് അടുത്താണ് അദ്ദേഹത്തിന്റെ വീട്. ഇവിടെ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ്. ആ പ്രദേശത്താണ്, വനത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ്. മന്ത്രിയുടെ വീട് കഴിഞ്ഞാൽ അങ്ങോട്ട് വനമേഖലയാണ്. അതിന്റെ ഇങ്ങേ ഭാഗത്തൊക്കെ വനമേഖലയുണ്ട്. ആ ഭാഗത്ത് കാട്ടിൽ നിന്ന് ഇങ്ങനെ ആനക്കുട്ടി കാടിറങ്ങി വന്നത്. എന്താണെങ്കിലും ഇപ്പോൾ RRT സംഘം കുട്ടിയാനയെ വലയിലാക്കിയിരിക്കുന്നു. ഇനി ചികിത്സയ്ക്കായി കൊണ്ടുപോകണം. എന്തായാലും വാഹനം എത്തുന്ന സ്ഥലത്ത് തന്നെയാണ്, തൊട്ടടുത്തേക്ക് തന്നെ വാഹനം നിർത്താനുള്ള ഒരു സൗകര്യമുള്ള സ്ഥലത്താണ്. തോട്ടത്തിന് നടുക്കൊന്നുമല്ല. അത് ഏറെക്കുറെ അനുകൂല സാഹചര്യമാണ്. പക്ഷേ ആനക്കുട്ടി നന്നായി കുതിരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ ആളുകൾ ചേർന്നാണ് അതിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഇനിയുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ടോ കമൽ? ശരിയാണ്, ചികിത്സ നൽകുക എന്നുള്ളതാണ് അടുത്ത നടപടി. പക്ഷേ അതിനുശേഷം ഇത് ചെറിയ ആനയാണ്, ഇതിന്റെ സംഘം എവിടെ? ആ സംഘത്തെ കണ്ടുപിടിച്ച് അങ്ങോട്ട് ആനയെ കയറ്റി വിടുക എന്നൊക്കെയുള്ളത് എത്രമാത്രം പ്രായോഗികമാണ്? അതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്കൊരു നിഗമനത്തിലെത്താൻ കഴിയില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ പുറത്ത് കൊണ്ടുപോയൊക്കെ ചികിത്സിച്ച് കഴിഞ്ഞാൽ കൂട്ടത്തിനൊപ്പം ആനയെ അയക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും പ്രാഥമികമായി അതിന് ചികിത്സ നൽകുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഈ വാഹനത്തിൽ വനംവകുപ്പിന്റെ ക്യാമ്പർ വാഹനമാണ്, ബാക്കിൽ പിക്കപ്പ് മാതൃകയിലുള്ള വാഹനമാണ്. അതിൽ ഒരു റാമ്പ് പോലെ കെട്ടേണ്ടതുണ്ട് ആനയെ നിർത്തണമെങ്കിൽ. അതിനുള്ള നടപടികളാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. വളരെ വേഗത്തിൽ മരത്തടികളൊക്കെ ഉപയോഗിച്ച് ഒരു റാമ്പല്ല, അതിന് ചുറ്റും ഒരു വേലി പോലെ കെട്ടിയതിന് ശേഷം വേണം അതിലേക്ക് കയറ്റാൻ. അത് പൂർത്തിയായാലുടൻ ആനയെ കയറ്റും. അതുവരെ ഇതിനെ ഒരു ചെറിയ മാവിനോട് ചേർന്ന് പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. വളരെ ശ്രമഫലമായ
ശ്രമകരമായ കാര്യമാണ്. ആന നന്നായി കുതിർന്നുണ്ട്. അതിനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന വടവും ഒക്കെ ഉപയോഗിച്ച് വലയുമുണ്ട്. എന്തായാലും ഈ വാഹനത്തിൽ അതിനുള്ളൊരു സെറ്റപ്പ് റെഡിയായാലുടൻ വാഹനത്തിലേക്ക് കയറ്റും. കുറച്ച് താഴ്ന്ന സ്ഥലത്ത് നിർത്തി ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ക്യാമ്പർ വാഹനം. ഒരുപക്ഷെ ആ മുകളിലെ ട്രക്കിൽ നിന്ന് മുറ്റത്ത് നിന്ന് നേരെ അതിന്റെ പിക്കപ്പിലേക്ക് കയറാൻ പാകത്തിനാണ് സൗകര്യം ഒരുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അതിനകത്ത് ഈ വേലി പോലെ തടികൾ വെച്ച് കെട്ടിയ ശേഷമായിരിക്കും ആനയെ കയറ്റുക. അതിനുശേഷം എങ്ങോട്ട് കൊണ്ടുപോകുന്നു? വനംവകുപ്പിന്റെ വെറ്ററിനറി കേന്ദ്രം പ്രധാനമായും മുത്തങ്ങയ്ക്ക് അടുത്താണ് ഡോക്ടർ അരുൺ സെക്രട്ടറിയുടെ ഓഫീസും മറ്റ് അജേഷ് മോഹൻദാസും ഡോക്ടർ അരുൺ സെക്രട്ടറിയും ഒക്കെ ഉൾപ്പെടെ ഉള്ളവർ ഉള്ളത് അവിടെയാണ്. അങ്ങോട്ട് കൊണ്ടുപോകുമോ എന്നറിയില്ല. അങ്ങോട്ട് തന്നെ ആയിരിക്കും ചികിത്സയ്ക്ക് കൊണ്ടുപോകുക. കൂടുതൽ വിദഗ്ധ ചികിത്സ വേണമെങ്കിൽ വെറ്ററിനറി സർവകലാശാലയിൽ അടക്കം കൊണ്ടുപോകേണ്ടി വരും. കമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുനെല്ലിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ഒരു മാവിനോട് ചേർന്ന് വീടിന് പരിസരത്ത് മാവിനോട് ചേർന്ന് കയറും മറ്റും ഉപയോഗിച്ച് കെട്ടി നിർത്തിയിരിക്കുകയാണ് ആനയെ. നന്നായി കുതിർന്നുണ്ട്. ആനയ്ക്ക് പരിക്കുണ്ട്. ഇനി വാഹനത്തിലേക്ക് കയറ്റി കൊണ്ടുപോയി ആനയുടെ പരിക്ക് എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാൻ. എന്താണ് കമൽ അവിടെ നൽകുന്ന വിവരം.